ഹലോ എവരിവൺ. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മളങ്ങനെ വീണ്ടും ഖത്തറിന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയല്ലേ. എങ്ങനെയുണ്ട് ചൂട് ഖത്തറിൽ? കയറിക്കേ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വ്ളോഗിൽ ആദ്യമായിട്ട് നമ്മൾ അച്ഛനും അമ്മയും വരുവാണ്. അവർ ഖത്തറിലൊരു 7 days വിസിറ്റിന് വന്നിട്ടുണ്ട്. ഖത്താറ വില്ലേജാണ് ആദ്യം നമ്മൾ വീട്ടുകാരെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മദോ വരുന്നത് ഇതാണ് ഖത്താറ വില്ലേജിലെ ബ്ലൂ മോസ്ക്. എടീ, മോസ്കിനെ കുറിച്ച് എന്താ അറിയാം നിനക്ക്? ടർക്കിയിൽ ഇതുപോലത്തെ ഒരു ബ്ലൂ മോസ്ക് ഉണ്ട്. അതിന്റെ ഒരു സിമിലർ ഇതായിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. ഇനി അകത്ത് കയറിയിട്ട് നമുക്ക് അമ്മ അച്ഛൻ അങ്ങനെ ബ്ലൂ മോസ്കിലേക്ക് കിടക്കുകയാണ്. അടിപൊളിയല്ലേ, ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. വാ നമുക്ക് നടക്കാം. അകത്ത് കയറിയിട്ട് വന്നിട്ട് ഫോട്ടോ അല്ല വീഡിയോ ആണ്. ഈ ഖത്തറിലെ ചൂട് ഇഷ്ടപ്പെട്ടാ? ചൂട് വലിയ കുഴപ്പമില്ല, ഒരു സുഖമുണ്ട്. ഈ നമ്മളെ നമ്മുടെ നാട്ടിലെ ചൂട് ഇവിടുത്തെ ചൂട് എങ്ങനെ എന്താ പറയുന്നത്? പിന്നെ ഈ ചൂട് നമുക്ക് ഫീൽ ചെയ്യണില്ല, വിയർപ്പിന്റെ ഫീൽ ചെയ്യുന്നില്ല. ഒരു വേറൊരു രീതി അല്ലേ? പിന്നെ നമുക്ക് ബോഡിക്ക് ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കൂലേ, നമ്മളിങ്ങനെ ചൂടൊക്കെ പിടിക്കൂല, ആ ഒരു ഫീലിംഗ്. ഇഷ്ടപ്പെട്ടാ പയ്യ എന്നാ പോണ്ട, കേറാം നമുക്ക്. വേദ ഗുഡ് മോർണിംഗ്. അപ്പുറത്തെ സൈഡിലെ ലേഡീസ് പള്ളിക്കകത്ത് കയറാനുള്ള വേറെ ഒരു ഡ്രസ്സ് ഇടണം. നമുക്ക് രണ്ടുപേർക്കും ഇത് ഇവിടെ കയറാൻ പറ്റും. നമുക്ക് വേണ്ട, നിങ്ങൾ അതുവഴി പോയിക്കോ. ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് ദുബായിൽ നിന്നൊരു വ്ളോഗേഴ്സ് നമ്മൾ, അതായത് ഖത്തറിൽ അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരെ കാണുവാണ്. ചാനലിന്റെ പേര് വേൾഡ് അറൗണ്ട് us 2 എന്നാണ്. അമ്മ അപ്പൊ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വ്ളോഗേഴ്സിനെ കാണുന്ന എക്സൈറ്റ്മെന്റിലാണ് അല്ലേ? ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത് പ്രാവിനുള്ള സംഭവമാണ്. പ്രാവിനുള്ള ഫുഡ് വയ്ക്കുന്ന സാധനമാണ് തോന്നുന്നു. വലുതായിട്ടുണ്ട്. പക്ഷെ ഓക്കെ ഓക്കെ, നിങ്ങൾ കയറിയോ? എന്ത് വേദാ? കരയുണ്ട് കരയുണ്ടോ? അച്ഛൻ നോക്കിയപ്പോഴത്തേ അമ്മ പൊട്ട് വെച്ചേക്കുന്നു. പൊട്ട് വെച്ച് വെറുതെ അമ്മ എന്താ പറയാല്ലേ? അസ്സലാമു അലൈക്കും. ഭയങ്കര രസമാണ് പള്ളിയാണ്. അമ്മ മുസ്ലിമായി. അമ്മ എടുക്കുന്നുണ്ട്. അമ്മ കുറച്ച് പ്രാർത്ഥിക്കട്ടെന്നാണ് അവിടെ ഇരുന്ന്. അമ്മയ്ക്ക് ഈ പള്ളിയിൽ വരണമെന്ന് ഖത്തറിൽ വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ്. ഖത്തറിൽ വരണമെന്ന് അതിന് മുമ്പേ ഉള്ള ആഗ്രഹം അല്ലേ ഇവിടെ വരണമെന്ന്? സൗദിയില് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ എന്നെ കൊണ്ടുപോയില്ല. 28 വർഷം അച്ഛൻ സൗദിയിലുണ്ടായിരുന്നല്ലോ. അപ്പൊ അച്ഛൻ ഒരുപാട് ഗൾഫിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിൽ കുറെയൊക്കെ ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെ സിമിലർ ആയിട്ട് തോന്നി? എന്റെ സംസാരമൊക്കെ വരൂലേടാ. സിമിലർ ആയിട്ടെന്ന് പറയാൻ അച്ഛൻ അവിടെ കാട് മണ്ണ് മാത്രമാണ്. അച്ഛന് എന്ത് വ്യത്യാസമാണ് തോന്നുന്നത് 17 വർഷത്തില്? ഒരുപാട് വ്യത്യാസം. പിന്നെ പള്ളിയിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. പക്ഷെ ഇതൊരു ബ്ലൂ മോസ്ക് എന്ന് പറയുന്ന ടർക്കിയിലെ ഒരു ഫേമസ് പള്ളിയാണ്. പള്ളി ഒരു വലിയ വലിപ്പമൊന്നും അങ്ങനെയൊന്നും പറയാം. അങ്ങനെയല്ല, ഇത് ഒരു കൺസ്ട്രക്ഷന്റെ ഒരു രീതി കൊണ്ട് മാത്രം നല്ല വലിപ്പവും നല്ല ഭംഗിയായിട്ടുള്ള പള്ളി. സൗദി അറേബ്യയിൽ പക്ഷെ നമുക്ക് കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. പള്ളിയിൽ കയറുന്നില്ല. അമ്മയ്ക്കോ? പെണ്ണ് കയറാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ആറ്റിങ്കര പള്ളിയുണ്ട്, അവിടെയും വലിയ പള്ളിയിൽ സൗദി അറേബ്യയിൽ തന്നെ. അതാ അപ്പൊ അതൊരു വ്യത്യാസമല്ലേ? പള്ളി എന്ന് പറയാ സൗദി അറേബ്യയിൽ ഉള്ള കണക്ക് ലോകത്തെവിടെ ഇല്ല. സൗദി അറേബ്യ വിട്ട് കളിയില്ല. ദുബായിന്നൊരു ഫേമസ് വ്ളോഗർ വന്നിട്ടുണ്ട്. വ്ളോഗർ അല്ല, വ്ളോഗർ കപ്പിൾ. ഹായ് പറഞ്ഞു. ദുബായിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആ വഴിക്ക് പോരട്ടെ. നിങ്ങൾ നാട്ടുകാരായല്ലേ? വേദന സ്ക്രീനിൽ കാണുന്ന നടക്കല്ലേ? അച്ഛനും അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. തിരക്കാണ്. അൽതക്കീറ മാംഗ്രൂവ്സ്, പിന്നെ ഒരു
അതെനിക്കറിയില്ല കറക്റ്റ്. അച്ഛൻ എവിടെ പോകാൻ തോന്നുന്നത് ഖത്തർ വന്നിട്ട് ഇനി? ബോട്ട് എവിടെയാണ് അവിടെ? അച്ഛനിപ്പോ ബോട്ടിൽ കയറണം. സൗദി വേണം ദൂരെ നിന്ന് കാണിച്ചു തരാം. അന്ന് അത് പോയാണ്. ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ നടക്കുകയാണ്. വേൾഡ് അറൗണ്ട് അസ് സർപ്രൈസ് ആയിട്ട് ഖത്തറിലുണ്ടെന്നുള്ള ന്യൂസാറിന് നമ്മളവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുമിച്ച് എത്തിയതാണ്. എന്താ പഠിപ്പിക്കുവാന്ന് തോന്നുന്നു. എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? കമ്പനി ആയോ? ഏതാ പുതിയ ഫ്രണ്ട് ആയോ? സെറ്റായി തുടങ്ങി മേച്ചരെല്ലാരും. അച്ഛാ ഇഷ്ടപ്പെട്ട പള്ളിയൊക്കെ? അവരറിയോ? കണ്ടിട്ടുണ്ടല്ലേ? ബ്ലൂ മോസ്കിന്ന് ഇറങ്ങി, ഖത്തറിൽ നിന്ന് ഇറങ്ങി വേൾഡ് അറൗണ്ടസ് അവരവരുടെ ആയിട്ടുള്ള ഐറ്റിനറി പ്ലാൻ ചെയ്ത് പോയി. ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പം MRIയിൽ കയറി. ചായ കൊള്ളാമോ ചായ? ഇവിടെ ചായ കുറച്ച് ഫേമസാ. എന്താ വേദയ്ക്ക് ഫുഡ് കൊടുത്തു. ബോട്ട് വരുന്നുണ്ടോ? നമ്മളങ്ങനെ കോർണിഷിലെത്തി. ഫിഫ വേൾഡ് കപ്പ് എന്ന് എഴുതിയേക്കുന്ന സ്ഥലം ഇവിടാണ്. ഇഷ്ടംപോലെ ബോട്ടുണ്ട്. ഇനി ബാർഗെയിൻ ചെയ്ത് കയറണം. ഏതെങ്കിലും 100 രൂപയിലകത്ത് ആവുമെന്ന് തോന്നുന്നു 5 പേർക്ക്. ബംഗാളികളല്ലേ, അവർക്ക് ബിസിനസ് അറിയാം, നല്ലതായിട്ട് അറിയാം. അമ്മ ഇങ്ങനെ ഖത്തറിൽ വന്ന് ബോട്ടിൽ കയറാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് അമ്മ? അടിപൊളി. അപ്പുറത്തെ എല്ലാം വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അമ്മ വെള്ളം ആരുടെ കയ്യില്? നമ്മളതിൽ കയറിയിട്ട് എത്ര ആളായടാ? നമ്മളിടയ്ക്ക് ബോറടിക്കുമ്പോ വരും. പാലം കയറി അപ്പുറത്ത് പോണം. റിസ്ക് ആണ്. അമ്മയച്ചനൊക്കെ അപ്പുറത്ത് എത്തി. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവര് ഒരുമിച്ചേ പോവുള്ളൂ കേട്ടോ. 1-2 ബോട്ട് ഒരുമിച്ച്. കാര്യം എന്തെങ്കിലും ഇൻ കേസ് ഓഫ് എമർജൻസി എല്ലാവരും എൻഡിൽ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. മാക്സിമം എൻജോയ് ചെയ്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നന്നായിട്ട് ചിരിക്കുന്നല്ലേ ഫോട്ടോയിൽ കിട്ടുള്ളൂ. ചിരിച്ചേ. അങ്ങനെയാണോ ചിരിക്കുക? നല്ല സൗണ്ട് ഉണ്ടാക്കി ചിരിച്ചേ. എന്ന് ചിരിച്ചേ.